നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ജീവിതത്തിൽ അതിന് വ്യക്തിമായവർക്കും ഇനിയൊരു ജീവിതമുണ്ട്. അവര് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കൂടെയുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാരെ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല. നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട്. എന്താവശ്യം വന്നാലും നമ്മളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും. അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ സിനിമ ഷൂട്ട് ചെയ്തു, ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ 2-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നതും. അപ്പൊ തന്നെ നമ്മളെല്ലാവരും, സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റിവെച്ചു. അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പം അത് ആശിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല. അപ്പം ഒരാൾ മുന്നോട്ട് വരണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ്. ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പല സമയത്ത് പല ആളുകളും ഇതിന്റെ ലാഗുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷൻ ആകുമ്പോഴും തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം, സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഡെയിലി നമ്മൾ ന്യൂസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ട്രോമയുടെ വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിന്റെ കഥയാണ്. അപ്പോൾ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടി വിയിലൂടെ ഈ ന്യൂസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കുറെ കഴിയുമ്പോൾ നമുക്ക് ബാധിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് ടൈം വന്നപ്പോൾ തന്നെയാണ് നമ്മുടെ സിനിമ റിലീസാക്കിയതും. ഈ സിനിമയും ഒരു അതിജീവനത്തിന്റെ കഥയാണ്. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. താങ്ക് യു. അത് ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, ശരിക്കും എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് തങ്കത്തിൻ്റെ കഥാപാത്രമാണ്. ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കും. മറ്റേ ആളവിടെ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെയ്യുന്ന ആളവിടെ എല്ലാം അങ്ങനെ ഇല്ല. എന്നാൽ പോലും നമ്മൾ പല സീക്വൻസുകളൊക്കെ ജീവിതത്തിലുണ്ടായ ചില പല ഇൻസിഡൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണ്, കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. എന്നാൽ അതിനകത്ത് ചെറിയൊരു എക്സ്പീരിയൻസ് ലൈൻ ഉണ്ട്. എക്സ്പീരിയൻസ് ലൈൻ ഉണ്ട്. ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 15 വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാർ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം. അതിലുണ്ടായ മാറ്റങ്ങളാണ്. ബോധപൂർവം ഞാൻ ഇന്ന് മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അത് അറിയാമെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ട്. പിന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണത്. 3 സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയി എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വർഷം
തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റിയിട്ട്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഈ വർഷം ഞാനൊരു പടം ഇറക്കിയത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. 3 ഡിഫറെന്റ് ജോണറുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇപ്പോൾ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല, അവർ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അഡിയോസ് അമീഗോയെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഒരു കൾച്ചർ ആയിട്ട് ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും. ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ്. നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പൊ തങ്കം വന്ന് എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു. ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവരും പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ്. അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും. അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തിനോട് പറഞ്ഞു, സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞ് പിന്നെ ഒരു സൈലൻസ് ഉണ്ട് തിയേറ്ററിൽ. ലൈറ്റ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കരഞ്ഞ കണ്ണ് ആരും കാണാതിരിക്കാൻ വേണ്ടി. അത് കണ്ണുനീര് കാണുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ്. തിയേറ്റർ വിസിറ്റ്സിന് ഇപ്പൊ നമ്മൾ രാഗത്തിൽ പോയി തൃശ്ശൂർ, അപ്പൊ അവിടെയൊക്കെ ഞാൻ വനിത വിനിത അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മളെ നോക്കുമ്പോൾ കരഞ്ഞ കലങ്ങിയ കണ്ണായിട്ടാണ്. പലർക്കും പലരെയും ഓർമ്മ വരുന്നു, പല യാത്രകളും ഓർമ്മ വരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യെ പയ്യെ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ. ഞാൻ വിചാരിച്ചത് അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല. ആളുകൾ പറഞ്ഞറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ്. സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും 110 ദിവസത്തോളം അത് ഓടുകയും ചെയ്തത്. അത്തരത്തിലുള്ളൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസ് ആണ്. നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പം യെസ്, എന്തോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോ